Guys, do anybody wants cigarette? I don't No, need. thank you. You can. ഒത്തില്ല എന്താണ് ഒത്തില്ല ചേട്ടാ പോയേട്ടാ മൊത്തത്തിൽ പണി പണിയേട്ടാ. എന്ത് പറ്റിയെന്നോ ഇന്നലെ തുണി ഇറക്കാനിട്ട് വിടും അയ്യാറിട്ടില്ല ചിലപ്പോ നനഞ്ഞു കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അയ്യോ മറ്റു ഉടുപ്പിട്ട് കിടന്നു. അയ്യോ എനിക്കറിയില്ല. കേട്ടൂലേ വെയിലത്ത് മാറിക്കാം. സോ ബഹ്റിനിലെ പെടൽ കഴിഞ്ഞ് റൂമൊക്കെ കിട്ടി. റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് എയർലൈൻ നമുക്ക് ഒരു റൂം ഒരു വില്ല കണക്കൊരു സംഭവം തന്നിട്ടുണ്ട്. ഇതാണിത്. സംഭവം ആയാലും കൊള്ളാം. ഒരു ദിവസം പെട്ടുപോയെങ്കിലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ലാവിഷായിട്ട് നമ്മൾ ഇതുവരെ പൈസ കൊടുത്ത് പോലും കിടന്നിട്ടില്ല. ബഹ്റിനിലെ ഒരു ദിവസം ഇതായിരിക്കും എൻ്റെ വ്ളോഗ്. ഇനിയിപ്പം എനിക്ക് ഫ്ലൈറ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇനിയിപ്പോൾ എൻ്റെ അവിടെ നിന്നുള്ള ടിക്കറ്റും എല്ലാം ചേഞ്ച് ചെയ്യണം. എന്തായാലും അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് എന്തായാലും വില്ല തന്നവന്മാർ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. TV ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, കിച്ചണുണ്ട്. ഒരു ദിവസം കൊണ്ട് ഞാനിവിടെ അടിച്ചിട്ട് മറക്കും. ഫ്രിഡ്ജിനകത്തൊന്നുമില്ല. കാപ്പ് കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എയർലൈൻസ് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന വില്ലയാട്ടോ ഇത്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ആഡംബരമായിട്ടുള്ളൊരു വില്ല. അടിപൊളി. ഒരു ദിവസം പോയാറില്ല. ബഹ്റിനിൽ ഒരു ദിവസം വന്ന് നിൽക്കാൻ പറ്റിയല്ലോ. അടിപൊളി ഡബിൾ ബെഡ്റൂം. പിന്നെ അത് വേറൊരു 2 സിംഗിൾ ബെഡും ഉണ്ട്. ആള് മാത്രം മതി. അടിപൊളി, സൂപ്പർ. നമ്മുടെ മച്ചാൻ പുറത്ത് കഴിയുവാണ്. പുള്ളി മദ്യം മേടിക്കാൻ പോയാൽ ഇവിടെയൊക്കെ മദ്യം കിട്ടുമോ? പുള്ളി എന്നോടാണ് പോയത്. പൊക്കോട്ടേന്നാ ഇപ്പോൾ സംവേറൽസ് കാണാം. ഓക്കെ, അപ്പോൾ സേഫായിട്ട് പോട്ടോ. പുള്ളിയൊക്കെ എണീറ്റോ ആവോ? ചേട്ടാ പോയേട്ടാ മൊത്തത്തിൽ പണി പണിയേട്ടാ. എന്ത് പറ്റിയെന്നോ ഇന്നലെ തുണി ഇറക്കാനിട്ട് വിടും അയ്യാറിട്ടില്ല ചിലപ്പോ നനഞ്ഞു കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അയ്യോ മറ്റു ഉടുപ്പിട്ട് കിടന്നു. അയ്യോ എനിക്കറിയില്ല. ഫ്ലൈറ്റ് ടാക്സി വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടോ. ഇനി മേലായി എനിക്ക് വരുന്നത് കേട്ടോ. ഈ രാജ്യപ്പണി വരുന്നത്. അപ്പൊ അവരെടുത്ത് ടാറ്റ പറഞ്ഞു ഇറങ്ങി പോവാണ് ഗൈസ്. ഇനി മേല ഈ വഴിക്ക് ഞാൻ വരില്ല. ഗൾഫ് എയർ ആയിട്ടുള്ള ഒരു പരിപാടിയില്ല ഇനി. ഇവന്മാരൊറ്റ ഒരുത്തം കാരണം എനിക്ക് വന്ന നഷ്ടങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് നനഞ്ഞ തുണിയിട്ടുണ്ട് ഞാൻ സ്ഥലത്തേക്ക് പോകണം. നനഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നറി ഞാൻ കളഞ്ഞു. അതിട്ടുകൊണ്ട് ഇനി നടക്കാൻ പറ്റില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കാര്യം പറഞ്ഞാൽ റമദ ഹോട്ടലൊക്കെയാണ്. പക്ഷേ ഒരു കാര്യമില്ല. അടിച്ചാക്കി കിട്ടി. നമ്മുടെ വണ്ടിയാണോ അറിയില്ല. I booked a taxi for 118 I think. 117 sorry. Tito, yeah. Okay, just the driver will come after 5 minutes, okay? All right, yeah, thank you. In the room? Yeah, in the room. Yeah. Thank you. Cheers. വെയിലത്ത് കുറച്ച് നേരം നിൽക്കാം. എക്സ്ക്യൂസ് മീ, ഡു ഹാവ് ലൈറ്റ്? ഇതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എനിക്ക് നിർത്താൻ പറ്റിയാൽ മതിയായിരുന്നു. ബഹ്റിനിൽ നിന്നുള്ള പോക്കല്ല എനിക്ക് ടെൻഷൻ. എനിക്ക് ശേഷം ഡൽഹി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം ചുമ്മാ അത് കൂടെ തേരാപ്പാര നടക്കണം. എൻ്റെ ലഗേജ്, എൻ്റെ കാര്യങ്ങളെല്ലാം ഡീലായി. ഇനി മേല ഇവന്മാരായിട്ടുള്ള ഒരു ഇടപാടുമില്ല. ഗൾഫ് എയർ പോലും ഗൾഫ് എയർ. ഉടുപ്പൊന്ന് ഉണക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. കേട്ടൂലേ വെയിലത്ത് മാറിക്കാം. അതെ, കുറച്ച് സൺലൈറ്റ് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. വണ്ടി വന്നു. എനിക്ക് പോകാനാണ് ഇത്രയും വലിയ വണ്ടി. എൻ്റെ പൊന്നെ കൊള്ളാട്ടത്. ഇനി കുറച്ച് ഉണങ്ങിട്ടോ. എന്നെ ഇട്ടിട്ടില്ല എന്നുള്ളൂ. അതിപ്പോൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾക്കും അറിയാം. ഇതെല്ലാം ഇവിടെ വണ്ടി. Guys, do anybody wants cigarette? I don't need. No, thank you. You can keep this. Thank you so much. Because I can smoke. I'm going to the airport. Thank you so much. ടാക്സി കിട്ടിയിട്ടുണ്ട്. ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോവുകയാണ്. It's a famous beach in here. ഇവിടെ ബീച്ച്, കടലിൽ നിന്ന് അതേ കപ്പൽ, ബോട്ടൊക്കെ ഉണ്ടോ അങ്ങേറ്റത്. പറമ്പിച്ചാണല്ലോ ഇവിടെ ക്യാമറ ഒന്നും ഇല്ലാവോ.
ഇത്രയും ഗതി കേട്ടവൻ ഈ ലോകത്താരും കാണില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നു. ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് കുളിക്കായിരുന്നു, രാവിലെ വരായിരുന്നു. പകുതി നേപ്പാളിലെ ദിവസം ഇവിടെ പോയി. അല്ല, എന്നോടും പറഞ്ഞിട്ടല്ല, ഭൂകമ്പം ഉണ്ടായപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ കേൾക്കും. What's your name, bro? Dharmendra. Are you from? India, Hyderabad. Okay. I'm from Kerala. I know your language. So I'm just shooting this. Yeah, okay. This is Garalia, that is Dilmunya. Oh. Dilmunya 3-floor aquarium. All And right. Skating, everything. Mall, Dilmunya Mall. All right. Skydiving. Skydiving. Okay. So, 3D view. Oh, maybe next time. I think I'm already late. How long from here? 13 minutes. 13 years. No. I think how long from here to the airport? 15 minutes. 15 minutes. So how long you been here? 13 years. 13 years. Okay. മാസ്ക് പോയോ? മാസ്കോ വള്ളി പറപ്പിച്ചു വിടുകയാണ്. This is limit camera. പറയുന്നത് ഇവിടെയാണ് എയർപോർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി എനിക്ക് വന്നാൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പുള്ളി എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവൻ്റെ വിചാരം ഞാനെന്തോ ഭയങ്കര വലിയ ബ്ലോഗറാണ്. ചെവന്മാർ ഇന്നും കണ്ടു കഴിഞ്ഞാൽ എന്നെ പിടിക്കുകയും ചെയ്യും. ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇന്നലെ ഒന്ന് ക്യാമറ എടുത്തതിൻ്റെ ക്ഷീണം 2.5 മണിക്കൂർ ഇരുത്തിയിട്ട് എന്നെ വിട്ടത്. ഞാനോർത്ത് ഈ ക്യാമറയൊക്കെ എടുത്ത് പിടിച്ചപ്പോഴത്തേക്ക് അവന്മാർ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാക്കും. എവിടുന്ന് 2.5 മണിക്കൂർ എന്നെ പിടിച്ചിരുത്തി ക്യാമറ എടുത്തു നുള്ളിപ്പെറുക്കി ഒരു ട്രിപ്പ് പോകാൻ ഇറങ്ങിയതാണ്. എൻജോയ് ചെയ്യുക. ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ഡിലേ ഒക്കെ എപ്പോഴും വേണ്ടാണ്. സോ യുവർ നെയിം? ധർമ്മേന്ദ്ര. Gulf का second gate है. Second gate है. Thank you, bro. Thank you. വെൽഫെയർ ഫാൽക്കൺ ഗോൾഡ്. ആളുകളൊക്കെ എന്നെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നാണ് അവന്മാർ പറയുന്നത് ഒരിടത്തും. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തു ഇന്നലെ ഷൂട്ട് ചെയ്തിട്ട് അവന്മാർ എന്നെ ഒരു 2.5 മണിക്കൂർ പിടിച്ചിരുത്തി. മാപ്പ് പറയിപ്പിച്ചാണ് വിട്ടേ. മാപ്പൊന്നും പറഞ്ഞില്ല, എന്നാലും അവന്മാർ പറഞ്ഞു എൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ എന്നെ ഇവിടുത്തെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് വിട്ടു. നാട്ടിലെന്ത് സീനാണ്? നാട്ടിലിപ്പോൾ എവിടെയും പോയി ക്യാമറ പിടിക്കുക, ഒരു കുഴപ്പമില്ല. എവിടെയൊക്കെ പോയി ക്യാമറ പിടിക്കുന്നു. പണ്ട് ഇങ്ങോട്ട് വരാനൊരു വിസ കിട്ടിയതാണ്, വരാത്തത് നന്നായി. ഇതൊന്നും നമുക്ക് പറ്റിയ രാജ്യമല്ല. നമുക്ക് നമ്മുടെ സ്കാർബറോ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ജോലി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഉള്ള കറക്കമൊക്കെ കഴിഞ്ഞ് ഗൾഫ് എയറിന് അങ്ങനെ ഫസ്റ്റ് ടൈം അല്ല അത്. ഞാൻ അവിടെ നിന്നുള്ള ഇതായിരുന്നു. അത് ഇവരുടെ പ്രശ്നമല്ല. നമുക്കവിടെ മഞ്ഞ് പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിലേ ആക്കി ഫ്ലൈറ്റ് ഡിലേ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഫ്ലൈറ്റ് മിസ്സായി. ഇവിടെ നിന്നുള്ള ഡൽഹിക്ക്. ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് മിസ്സായപ്പം ഡൽഹിയിൽ നിന്ന് നേപ്പാളിനുള്ള ഫ്ലൈറ്റും പോയി. ലാസ്റ്റ് ഡേറ്റ് മാറ്റി എടുക്കേണ്ടി വന്നു. 2 ദിവസം ഇനിയിപ്പോൾ ഡൽഹിയിൽ പോയി സ്റ്റേ അടിക്കണം. ഇത് കൊള്ളാം. ചുമ്മാ മണക്കുന്ന പോലെയൊക്കെ കാണിക്കാം. ഇവന്മാരോർക്കും ഞാൻ അടിക്കുന്നതായിരിക്കും. ഇന്നലെ കുളിച്ചിട്ട് ഉടുപ്പ് ഉണക്കാനിട്ടിട്ട് ഇന്ന് രാവിലെയാണ് ഉടുപ്പ് ഉണക്കി കിട്ടിയത്. അത് നമ്മുടെ അടുത്ത കളി. ഇതൊക്കെ ട്രൈ ചെയ്യണം. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ക്യാമറ പിടിക്കുന്നത്. ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെല്ലാം ഇതല്ലേ വലിക്കുന്നത്. ഓക്കേടെ ആളുകളല്ലേ. ഇവിടെ ഹുക്ക കിട്ടൂല കേട്ടോ. നല്ല ഹുക്കല്ലോ. ദോക്ക കിട്ടുമോ? ദോക്ക നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ? എനിക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പക്ഷെ നേപ്പാളിൽ നിന്ന് കയറ്റി വിടില്ലായിരിക്കും അല്ലേ? വേണ്ട. നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു ദോക്ക ഉണ്ടെങ്കിൽ മേടിക്കണം. പക്ഷേ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമോ വെതറൊക്കെ എപ്പോഴും? ചൂട് തണുപ്പൊന്നുമില്ല. ഡൽഹിയിലാ ഇന്നലെ വന്നത്. ഇന്നലെ ഫ്ലൈറ്റ് ഡിലേ ആയി. അതായത് ഇവിടെ ഒരു റമദയിലായിരുന്നു അക്കോമഡേഷനൊക്കെ. ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. താങ്ക്സ് ചേട്ടാ. യൂട്യൂബിലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അത്ര ഫോളോവേഴ്സൊന്നുമില്ല കേട്ടോ. ഇത് അവിടുത്തെ ഒരു വീഡിയോ. താങ്ക്സ് കാണാട്ടോ. ബഹറിൽ നിന്ന് 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടി കിട്ടിയിട്ടുണ്ട്.
അവരോർത്ത് ഞാനെന്തോ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു യൂട്യൂബറായിരിക്കും. ഹായ്, എല്ലാവരും നോക്കിച്ചിരിക്കുന്ന കേട്ടോ. എന്നെ കണ്ടിട്ടൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടാവോ? എന്തായാലും ക്യാമറ ഞാൻ ഓഫ് ചെയ്യുക. ഇനി ഇന്നാളത്തെ പോലെ ഇവിടെ എന്നെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സാവും ഗൈസ്. ശേഷം വിശേഷമൊക്കെ ഇനി ഫ്ലൈറ്റിൽ ചെന്ന് ഡൽഹി ചെന്നിട്ട് I'm trapped anyway. I'm trapped. I never ever booked in Gulf Air anymore. I had enough. Sit here, look after my bags. I'll just come back to the Okay, toilet. sure. No worries. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ ഇന്നലെ ഫ്ലൈറ്റിലുണ്ടായിരുന്നൊരു ലേഡി, പുള്ളിക്കാരി അടുത്താണ് ഇപ്പോൾ ഇത്രയും സംസാരിച്ചത്. പുള്ളിക്കാരി ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡൽഹി വന്ന് ചെന്ന് കഴിയുമ്പം പുള്ളിക്കാരി കുറേ ഹെൽപ്പ് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ടോയ്ലറ്റിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗൊന്ന് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അത് കാരണമാണോ സഹായിക്കാമെന്ന് പറഞ്ഞൊന്നും അറിയില്ല. അപ്പോൾ 1.5 മണിക്കൂറുള്ളൂ ഇവിടെ. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹി. ഇനി ഞാൻ ഡൽഹി ചെന്ന് കഴിഞ്ഞിട്ട് എന്തായാലും 2 ദിവസം ഉണ്ടല്ലോ. 2 ദിവസം ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. അവിടുന്ന് കയറിയപ്പോൾ തൊട്ട് ഓരോരോ തടസ്സങ്ങളാണല്ലോ. നമ്മളല്ലെങ്കിലും ഇങ്ങനെയൊന്നും യാത്ര ചെയ്തിട്ടില്ലല്ലോ. നേരെ യു കെയിൽ നിന്ന് നാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് വീണ്ടും UK. ജോലി, വീട്, ജോലി.